മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർക്ക് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 298 എപ്പിസോഡിൽ നൈട്രിക് ആസിഡ് എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു ഭാഗമാണിത്. ഈ ഭാഗത്ത് സ്ത്രീ പുരുഷ ലൈംഗികാവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, വളരെ ഗുരുതരവും വളരെ രൂക്ഷവുമായ അല്ലെങ്കിൽ വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ഈ ഔഷധം കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും മറ്റു പല ചികിത്സകളും കഴിഞ്ഞ് ഫലം കിട്ടാതെ ഹോമിയോപ്പതി ഡോക്ടർമാരെ തേടി വരുന്ന വിഷയങ്ങളിലൊന്നാണിത്. ദ മെയിൽ സെക്ഷൽ ഓർഗൻസ് ആർ ഇൻ എ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ഇറിറ്റബിലിറ്റി. പുരുഷ ലൈംഗികാവയവങ്ങൾ സുസ്ഥിരമായിട്ട് തന്നെ വല്ലാതെ ഒരു ഇറിറ്റബിൾ കണ്ടീഷനില്ല, നോർമൽ ഫങ്ഷൻസ് അല്ല എന്നർത്ഥം. സെക്ഷൽ ഡിസയർ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ഇറക്ഷൻസ് ട്രബിൾസം അറ്റ് നൈറ്റ്. രാത്രിയിൽ ലൈംഗികമായ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നു, അതേസമയം ഉദ്ധാരണം വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. പെയിൻഫുൾ സ്പാസ്മോഡിക് ഇറക്ഷൻസ് അറ്റ് നൈറ്റ്. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ യുറേത്ര ആൻഡ് കോർഡി. രാത്രിയിൽ വല്ലാതെ വലിച്ചു കോച്ചിക്കുന്ന തരത്തിൽ, വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ, കുത്തുന്ന പോലെ തുന്നുന്ന പോലെ വേദന യുറേത്രയിൽ, ലിംഗം സ്റ്റഡിയായിട്ട് നിൽക്കാതെ വളഞ്ഞു നിൽക്കുന്നൊരവസ്ഥ കോർഡി. ഇറ്റ് ഹാസ് ബീൻ എ യൂസ്ഫുൾ റെമഡി ഇൻ ഗൊണേറിയ when the discharge is thin and bloody, later when it is greenish or yellow. അപ്പോൾ ഗൊണേറിയയിൽ ആദ്യം വളരെ നേർത്തതും അല്ലെങ്കിൽ രക്തം കലർന്നതായ സ്രവം വരുന്നു, പിന്നീടത് പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ രണ്ടും ചേർന്ന നിറത്തിലോ പഴുപ്പ് ആ തരത്തിൽ വരുന്നു. ആ ഒരു തരത്തിൽ വരുന്ന സ്വഭാവമുള്ള ഗുണേറിയയിൽ പലപ്പോഴും മറ്റ് ഔഷധങ്ങളെ പോലെ നൈട്രിക് ആസിഡും നന്നായിട്ട് പ്രവർത്തിക്കും. അതിനോടൊപ്പമുള്ള മറ്റു ചില പ്രശ്നങ്ങളാണ് ബേണിങ് ആൻഡ് സ്റ്റിക്കിംഗ് ഓൺ യൂറിനേഷൻ. മൂത്രമൊഴിക്കാൻ നേരത്ത് പൊള്ളൽ, സുസ്ഥിരമായ വേദന. ആൻഡ് ദ യുറേത്ര ഈസ് സ്വോളൻ ആൻഡ് വെരി സോർ. മൂത്രാശയം നീര് വന്ന് വിങ്ങി വല്ലാത്ത നൊമ്പരം ഉണ്ടാകുന്ന അവസ്ഥ. ഇറ്റ് ഹാസ് ക്യൂർഡ് കോണ്ടിലോമാറ്റ വിച്ച് ഹാവ് സ്പ്ലിൻഡർ സെൻസേഷൻ. നിറയെ അരിമ്പാറകളൊക്കെ വന്നിരിക്കുന്ന അവസ്ഥ. ഈ ബാച്ചിലർ ലൈഫിൻ്റെ കാലത്ത് പല സുഹൃത്തുക്കളും ഇതേപോലെ പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എറണാകുളത്ത് കളമശ്ശേരിയിൽ കുറേ കാലം യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം ക്യാമ്പസിനടുത്ത് താമസിക്കുന്ന സമയത്ത് കുറേ ലോറി ഡ്രൈവർമാരോട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുമായിരുന്നു ഇവർ. അപ്പോൾ അവരുമായിട്ടൊക്കെ ചിലരായിട്ട് വളരെ അടുത്ത സൗഹൃദമായി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇടയിൽ ഈ ലൈംഗിക രോഗങ്ങൾ വളരെയധികം ഉള്ളൊരു സമയമായിരുന്നു അത്. ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. ഇതേപോലെ നിരവധി കേസുകൾ, വളരെ ചെറുപ്പക്കാർ, ചിലർ വളരെ മുതിർന്നവർ, തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ, നാഷണൽ പെർമിറ്റ് ലോറികളിലൊക്കെ അവിടെ നിന്ന് ഈ വ്യവസായ മേഖലയിലേക്ക് വരുന്നവർ, ഇതേപോലെ നിരവധി പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വിചിത്രമായ അവസ്ഥകൾ. ഇപ്പോൾ എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധമുണ്ടെന്നും ഞാൻ ഇത്തരം ചികിത്സകൾ ഏർപ്പെടുത്തി കൊടുക്കുമെന്നും അറിഞ്ഞുകൊണ്ട് ചിലരത് കൃത്യമായിട്ട് പറഞ്ഞു തരികയും അതിൻ്റെ ചരിത്രം പറയുകയും വളരെയധികം ഖേദിക്കുകയും ചിലപ്പോൾ അത് കാണിച്ചു തരികയും ഒക്കെ. എനിക്ക് ചില കൗതുകമുണ്ട്, ഈ ഇത്തരം ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണിത് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയുള്ള കൗതുകമുണ്ട്. ചോദിച്ചാൽ അവർ കാണിച്ചു തരും, പ്രൈവറ്റായിട്ട് കാണിച്ചു തരും. അതൊക്കെ ആ ഒരു ബാച്ചിലർ ലൈഫിൽ അതൊക്കെ സാധിക്കുകയുള്ളൂ. ഇതേപോലെ ഈ അരിമ്പാറകൾ വന്ന് നിറഞ്ഞ് കണ്ടാൽ നമുക്ക് ഭയം തോന്നും. പല ദിവസങ്ങളിലേക്ക് ആഹാരം കഴിക്കാൻ പോലും നമുക്ക് തോന്നില്ല. ആ തരത്തിലുള്ള പല ദൃശ്യങ്ങളും ഈ പീനിസുമായിട്ടും ഏനൽ റീജിയനിലുമൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ കോണ്ടിലോമാറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയാൻ നേരത്ത് അത്തരം ചില ഭീകരമായ ചില ദൃശ്യങ്ങൾ മനസ്സിലേക്ക് വരും. നിങ്ങളൊക്കെ ഒരുപക്ഷെ പ്രാക്ടീസ് ഉണ്ടൊക്കെ ചിലപ്പോൾ കണ്ടു കാണും, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കൊക്കെ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. ഏതായാലും എൻ്റെ അടുത്ത് ഇതേപോലെ ഉപദേശം തേടി വന്ന ഒരാൾ പോലും നിരാശപ്പെട്ടു വന്നിട്ടില്ല, ഒരാൾ പോലും. അന്ന് കളമശ്ശേരിയിലും ആലുവയിലും പിന്നെ ബാബുചേട്ടനുമൊക്കെ നല്ല ഹോമിയോപാത്സ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് കൊണ്ടുപോകും, ഞാൻ തന്നെ മുൻകൈയെടുത്ത് ലക്ഷണങ്ങളൊക്കെ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്ത് ചികിത്സ കൊടുക്കുകയും അഗ്രിവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ വഴിതെറ്റിപ്പോകാതെ കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എല്ലാവർക്കും തന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ
ചിലർക്ക് പൂർണ്ണ സൗഖ്യവും ചിലർക്ക് വളരെയധികം ആശ്വാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വളരെ ദൂരെ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വരുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കാണില്ല. ഒരു കത്ത് എഴുതിയാൽ കിട്ടാൻ സംവിധാനമില്ല. ഫോൺ സൗകര്യങ്ങൾ വളരെ വളരെ പരിമിതമാണ്. അപ്പോൾ ഈ കോണ്ടിലോമാറ്റ അരിമ്പാറ വന്ന് നിറഞ്ഞിട്ട് അവിടെ ഈ മരക്കമ്പുകൾ ഇരിക്കുന്ന പോലെ തോന്നൽ, ഇതിലൂടെ ഉടനീളം നമ്മൾ നൈട്രിക് ആസിഡ് അത് കാണുന്നുണ്ട്. ആൻഡ് ബ്ലീഡ് ഈസിലി, എളുപ്പത്തിൽ രക്തവാർച്ച വരുന്നു. ആൻഡ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടച്ച്, സ്പർശിക്കാൻ പറ്റില്ല. അടിവസ്ത്രം ധരിക്കാൻ പറ്റാതെ, ഇപ്പോൾ സാധാരണ മുണ്ട് ധരിച്ച് വന്നിട്ട് ഇത് സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തുടയുടെ മേലെ ഈ മുണ്ടിൻ്റെ അടിയിലൊരു ടവൽ, കട്ടിയുള്ള ടവലിങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് മുണ്ട് വരുന്ന തരത്തിൽ. അപ്പോൾ മുണ്ട് സ്പർശിക്കില്ല. എങ്കിലും വളരെ ദീർഘയാത്രകളിലൊക്കെ അറിയാതെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ സ്പർശിക്കാത്ത പ്രാണവേദന വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വല്ലാതെ രൂക്ഷത പറഞ്ഞവരൊക്കെ ഞാൻ നിർബന്ധിച്ച് അവരെ ഞാൻ അവിടെ കളമശ്ശേരിയിൽ താമസിപ്പിച്ചിട്ട് അവിടെ ചികിത്സ നടത്തിയിട്ട് 2-3 മാസം വരെ താമസിപ്പിച്ച് ചികിത്സ നടത്തി. അവർക്ക് നല്ല ശമനം വന്ന ശേഷം ചിലർ തിരിച്ചു പോയിട്ടുണ്ട്. വളരെയധികം ആശ്വാസം വന്ന ശേഷം. ഒരുപാട് പണച്ചെലവ് ചെയ്ത ആളുകളാണ് അതൊക്കെ. മിക്കവർക്കും തന്നെ ഇതേപോലെ ഇത്തരം ദീർഘയാത്രകളിലൊക്കെ ചില സങ്കേതങ്ങളുണ്ട്. അവരുടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായിട്ടും മറ്റും ഒക്കെ ബന്ധപ്പെടുന്ന ചില സങ്കേതങ്ങളുണ്ട്. അതേപോലെ സെയിം സെക്സ് റിലേഷൻസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അതിൽ നിന്ന് പിന്നീട് മാറി നിൽക്കുകയും ഒരു ശാന്തിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതേപോലെ പലരും ഞാനവരുടെ ഒരു മാനസിക ലക്ഷണങ്ങൾ, ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ സെക്ഷൽ ഡിസയർ ഈസ് ഇൻക്രീസ്ഡ്. ഇതിനോടൊക്കെ ചേർന്ന് വരുന്ന മാനസിക ലക്ഷണങ്ങളാണ്. അവർക്ക് ലൈംഗികമായ താല്പര്യങ്ങൾ വർദ്ധിച്ച് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത്തരം സങ്കേതങ്ങളിൽ പോകുന്നത്. പിന്നെ കൂട്ടത്തിൽ മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നോർത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈ പാൻ ഉപയോഗം പണ്ട് മുതലേ കേരളത്തിലൊക്കെ വരുന്നതിന് മുമ്പേ അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ലൈംഗികമായ അരാജകത്വങ്ങളാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അവർക്ക് ശരിയായ ചികിത്സ കിട്ടുമ്പോൾ ഇത്തരം ഈ അൺകൺട്രോളബിൾ ഡിസയേഴ്സും അവരുടെ മാറി വരുന്നുണ്ട്, മെച്ചപ്പെട്ട് വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ. കോണ്ടിലോമാറ്റ ജെനിറ്റൽസ് ആൻഡ് അറൗണ്ട് ദ ഏനസ് ഉണ്ടോ, മലാശയത്തിന് ചുറ്റുപാടും ഒക്കെ വന്നിട്ടുണ്ട്. ചുവന്ന നിറത്തിൽ, ഇവിടെയൊക്കെ പറയുന്നുണ്ട് ചില അവസരങ്ങൾ, ചില ലക്ഷണങ്ങൾ. ചുവന്ന നിറത്തിൽ ഇങ്ങനെ ചോര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ, ഒരു ബബിള് പോലെ, അല്ലെങ്കിൽ മാംസത്തുണ്ട്, ചുവന്ന നിറത്തിൽ മാംസത്തുണ്ട് ഇങ്ങനെ ഒരു ഞെട്ടിൽ തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ കണ്ടാൽ വല്ലാത്ത അഗ്ലി വൃത്തികെട്ട ലുക്കായിരിക്കും. അതുപോലെ കരയും, സങ്കടം കൊണ്ടേ. ചിലക്കാരുടെ ഭാര്യമാർക്ക് പ്രശ്നമുണ്ട്, നിസ്സഹായരാണ്. എന്ത് ചെയ്യും? കുട്ടികളിലേക്ക് പടർന്നു. ഞാൻ കുട്ടികളുടെ കാര്യമാണ്. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മാനസിക നിലയിലേക്കും അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിലേക്ക് ചിലപ്പോൾ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ ചികിത്സ കിട്ടാൻ മഹാരാഷ്ട്രയിൽ ഞാൻ എന്നിട്ട് ഒരു ഡോക്ടർ പട്ടേൽ, നമ്മുടെ കോട്ടയത്തുണ്ടായിരുന്ന പട്ടേലല്ല, വേറൊരു പട്ടേലിനെ അവിടെ ഒരു സ്ഥലം ഞാൻ ഇപ്പോൾ മറന്നുപോയി, അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒരു ലൈബ്രറിയിൽ, ഞാൻ ഒരിക്കലും അവിടെ പോയിരുന്നു, ലൈബ്രറിയിൽ അദ്ദേഹം ഒരു മന്ത്ലി മെഡിക്കൽ ക്യാമ്പ് പോലെ നടത്തിയായിരുന്നു. തൽക്കാലം തുടർന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കുറേ പേർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടിക്കാണണം. ഇൻഫ്ലമേഷൻ പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ് വിത്ത് ഗുണേറിയ വരുന്നവർക്ക് പുരുഷന്മാരിൽ പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം, എസ്പെഷ്യലി വെൻ ദ ഡിസ്ചാർജ് ബിക്കംസ് സ്കാൻഡി ഫ്രം ടേക്കിംഗ് കോൾഡ് ഓർ ഫ്രം സ്ട്രോങ് ഇഞ്ചക്ഷൻസ്. അപ്പോൾ തണുപ്പടിച്ച് നൈട്രിക് ആസിഡ് പേഷ്യൻ്റ് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ മരുന്നുകൾ കഴിച്ചിട്ട് ഗുണേറിയയ്ക്ക് ഒരു സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇത്തരം ടെമ്പറാമെൻ്റ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു സ്ലാക്കനിങ് സംഭവിച്ചിട്ട് ഗുണേറിയ ഡിസ്ചാർജ് കുറയാൻ സമയത്ത് നേരെ പോയി പ്രശ്നം പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്ക് ബാധിക്കുന്നു, അവിടെ വീക്കം ഉണ്ടാകുന്നു. ഇറ്റ് ക്യൂയേഴ്സ് ഓൾ ദ കേസ് ഓഫ് ഗ്ലീറ്റ്. ദ യുറേത്ര ഹാസ് പെയിൻ ഇൻ ഇറ്റ് ലൈക്ക് എ സ്പ്ലിൻഡർ ഓൺ ടച്ച് ഓർ വെൻ യൂറിനേറ്റിംഗ്. അപ്പോൾ ഈ വെള്ളം പോലുള്ള ഒരു ഗുണേറിയൽ ഡിസ്ചാർജ് വരുന്ന പഴകിയ കേസുകൾ, എവിടെയാണ് യുറേത്രയിൽ വേദന, ഈ സ്പ്ലിൻഡർ മരക്കമ്പ് ഇരിക്കുന്ന പോലുള്ള വേദന, സ്പർശിക്കുമ്പോൾ വേദന, മൂത്രമൊഴിക്കുമ്പോൾ വേദനയൊക്കെ ഉള്ള സാഹചര്യത്തിലുള്ള ഈ വെള്ളം പോലുള്ള ഡിസ്ചാർജ് വരുന്ന പഴകിയ ഗുണേറിയൽ കേസസിനെ നൈട്രിക് ആസിഡ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊലോങ്ഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ യുറേത്ര വിത്ത് ഇൻഫിൽട്രേഷൻ മേക്കിംഗ് ദ യുറേത്ര ഫീൽ ഹാർഡ് ആൻഡ് നോഡർ ലൈക്ക് എ വിപ്പ് കോഡ്, ഈ ചാട്ടയായിട്ട് ഉപയോഗിക്കുന്ന ചരട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാട്ട കൊണ്ട് അടിക്കുമ്പോൾ കുതിരക്കോ കാളക്കോ പോത്തിനോ ഒക്കെ വേദന ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കൂടുതൽ വേദന ഉണ്ടാകാൻ വേണ്ടി അതിൽ കെട്ടിടും. അപ്പോൾ ഒരു നിരയിൽ ഇങ്ങനെ കെട്ട് ഉള്ള പോലെ വിപ്പ് കോഡ്, അങ്ങനത്തെ നോഡുലർ, അങ്ങനെ നോഡിൽസ് ഒരു നിരയായിട്ട് ഒരു അറയായിട്ട്
കല്ലിപ്പുകൾ വരുന്നത്. അതാണ് ഒരു വിപ്പ് കോഡ് എന്ന പോലെ നോഡൽ കട്ടിയുള്ള അവസ്ഥ അവിടെയാണ് യുറേത്രയിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നു, അങ്ങനെ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു, ഒരു കോഡ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. അക്കാര്യത്തിൽ അർജന്റൻ നൈട്രിക്കുമായിട്ട് ഒരു സാമ്യവും കൂടെ പറയുന്നുണ്ട്, കമ്പയർ ചെയ്യാം. സോർ സ്പോട്സ് ഇൻ ദ യുറേത്ര, സോർ സ്പോട്സ് ഇറ്റാലിക്സിലാണ്. യുറേത്രയിൽ നൊമ്പരമുള്ള സ്പോട്സ്, അൾസേഴ്സ്, വ്രണങ്ങൾ വിത്ത് ബ്ലഡി പസ്, രക്തം കലർന്ന പഴുപ്പ് വരുന്ന വ്രണങ്ങൾ, ആൻഡ് സെൻസേഷൻ ഓഫ് സ്പ്ലിൻറ്റേഴ്സ്, അവിടെയും മരക്കമ്പുകളിൽ തറഞ്ഞിരിക്കുന്ന പോലുള്ള തോന്നലുണ്ട്. ഇച്ചിങ് ഇൻ ദ യുറേത്ര ആഫ്റ്റർ ഗൊണേറിയ മാറിയ ശേഷം യുറേത്രയിൽ ചൊറിച്ചിൽ, അവിടെ പെട്രോളിയുമായിട്ട് കമ്പാരിസൺ പറയുന്നുണ്ട്. പിമ്പിൾസ്, വെസൈക്കിൾസ്, ഹേർപ്പസ് ആൻഡ് ക്രസ് ഓൺ ദ പ്രൊപ്യൂസ്, ലിംഗാഗ്ര ചർമ്മത്തിൽ, ഫോർസ്കിന്നിൽ എന്തൊക്കെയാണ്, മുഖക്കുരു പോലെ, കുമ്പളകൾ പോലെ, വരട്ട് ചൊറി പോലെ, പൊറ്റ പോലെ. ഇത് പറയുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭീകരമാണ് അവസ്ഥ, വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ. അപ്പം അതൊക്കെ കൃത്യമായിട്ടുള്ള ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല ശമനം ലഭിക്കും, പൂർണ്ണമായിട്ട് സുഖപ്പെടുകയും ചെയ്യും. സ്മോൾ അൾസേഴ്സ് ഓൺ ദ ഗ്ലാൻഡ്സ് ഓഫ് ഓർ പ്രപ്യൂസ്, ലിംഗാഗ്ര ചർമ്മത്തിലോ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തിലോ ചെറിയ വ്രണങ്ങൾ. സ്പ്രെഡിങ് അൾസേഴ്സ്, പടരുന്ന വ്രണങ്ങൾ, ഇവിടെ ഇറ്റാലിക്സാണ്, പടരുന്ന വ്രണങ്ങൾ. ദ അൾസേഴ്സ് ഡിസ്ചാർജ് എ ബ്രൗൺ ബ്ലഡി വാട്ടർ ഒഫൻസീവ്, ഇത്തരം വ്രണങ്ങളിൽ നിന്നും വരുന്ന സ്രവം, തവിട്ട് നിറത്തിലുള്ള സ്രവം, ചോര കലർന്ന വെള്ളം പോലത്തെ സ്രവം, വല്ലാത്ത ദുർഗന്ധം. ഈ ദുർഗന്ധമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഈ മെർക്കുറിയൽ ഓർഡർ എന്നൊക്കെ പറയുന്ന ആ ഒരു മണം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഞാൻ മെർക്കുറിയൽ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ BSc പഠിച്ച കോളേജിൽ അവിടെ സബ് കെമിസ്ട്രി ഉണ്ടായിരുന്നു. കെമിസ്ട്രി ലാബിൽ സ്ഥിരമായിട്ട് നിന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി, ആ മെർക്കുറിയൽ ഓർഡർ എന്താണെന്ന് അദ്ദേഹം എൻ്റെ അടുത്തൊരു കോളേജിൽ കൊണ്ടുപോയിട്ട് മണപ്പിച്ച് തന്നു. ആ മണം ഇങ്ങനെയുള്ള ഒരു രോഗിയുടെ ഒരു ജെനിറ്റാലിയിൽ നിന്ന് ഞാൻ മണം കേട്ടിട്ടുണ്ട്, ആ മെർക്കുറിയൽ ഓർഡർ. അത് പിന്നെയും സഹിക്കാവുന്ന ഓർഡറാണ്, പക്ഷേ ഈ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ മണം പോലുള്ള മണകൾ താങ്ങാൻ പ്രയാസമാണ്. അപ്പം അവിടെയൊക്കെ കുടുംബത്തിലുള്ളവരുടെ ജീവിത പങ്കാളികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും, അത്രത്തോളം അവർ സഹിക്കുന്നുണ്ടാവും. ഫെജിഡിനിക് അൾസേഴ്സ്, പെട്ടെന്ന് പടരുന്ന തരത്തിലുള്ള വ്രണങ്ങൾ, അവിടെ കമ്പാരിസൺ പരാമർശങ്ങളായിട്ടുണ്ട്. ആഴ്സനിക്കുമായിട്ട്, ഓറം മെറ്റാലിക്കുമായിട്ട്, ഓറം നൈട്രിക്കുമായിട്ട്, കോസ്റ്റിക്കുമായിട്ട്, മെർക്കുറിക്കോറുമായിട്ട്, ഇത്രയും കമ്പാരിസൺ ഉണ്ട്. പടരുന്ന വ്രണങ്ങൾ. ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രൊപ്യൂസ്, ലിംഗാഗ്ര ചർമ്മത്തിൽ വീക്കം. അൾസേഴ്സ് ദാറ്റ് ഡിസ്ട്രോയ് ദ ഫ്രൈനം, ഈ ഫ്രൈനം, ഈ ലിംഗാഗ്ര ചർമ്മവും ലിംഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്ത് അവിടെ വ്രണങ്ങൾ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു പ്രദേശം മുഴുവൻ നിരവധി പ്രശ്നങ്ങളാണ്, ഇന്ന പ്രശ്നങ്ങളൊന്നുമില്ല, നിരവധി പ്രശ്നങ്ങളാണ് നൈട്രിക് ആസിഡ് കവർ ചെയ്യുന്നത്. ഇൻഫ്ലെയിംഡ് ആൻഡ് അൾസറേറ്റഡ് പാർട്സ് ഹാവ് ദ സ്പ്ലിൻഡർ സെൻസേഷൻ ആൻഡ് ഫ്ലോ എ ബ്ലഡി വാട്ടർ. എല്ലായിടത്തും ഈ മരക്കമ്പുകൾ തറഞ്ഞിരിക്കുന്ന ഒരു സെൻസേഷൻ എല്ലായിടത്തും ത്രൂ ഔട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം ഡീറ്റെയിൽസിനേക്കാൾ ഉപരി അതിൻ്റെ മൊഡാലിറ്റീസും പിന്നെ പൊതുവെ നൈട്രിക് ആസിഡിൻ്റെ അതിനോടൊപ്പം വരേണ്ട ജനറൽ മൊഡാലിറ്റീസും ചിന്തിക്കുന്ന കാര്യം കൂടുതൽ ഉചിതം. കാരണം ചിലപ്പോൾ ഇതിനു വേണ്ടിയുള്ള പ്രൂവ് ചെയ്യാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ കണ്ടെന്ന് വരാം. ഏതായാലും ലക്ഷങ്ങളുടെ ധാരാളിത്തമുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാവിധ കറപ്ഷനെയും ഇവിടെ ഈ ഔഷധം നമ്മൾ പ്രതിനിധീകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരാഫിമോസിസ് ആൻഡ് ഫിമോസിസ് ആൻഡ് ഗ്രേറ്റ് സ്വെല്ലിംഗ്, ലിംഗാഗ്ര ചർമ്മം ലിംഗത്തിൻ്റെ അഗ്രത്തിൽ കുരുങ്ങിയിരിക്കുന്നൊരവസ്ഥ, ചർമ്മം വളരെ ടൈറ്റായിട്ടിരിക്കുന്നൊരവസ്ഥ, വല്ലാതെ വീക്കം. ദ ഹെയർ ഫാൾസ് ഓഫ് ഫ്രം ദ പ്യൂബ്സ്, ജെനിറ്റാലിയുടെ ഭാഗത്തു നിന്നും രോമം പൊഴിഞ്ഞു പോകുന്നു. ഇനി ഫീമെയിൽസിനെ കുറിച്ച്, ദ ഫീമെയിൽ ഈസ് ഗ്രേറ്റ്ലി ട്രബിൾഡ് ബൈ ദ കോൺസ്റ്റന്റ് ഇച്ചിങ് ആൻഡ് ബേണിങ് ആൻഡ് സെക്സ്വൽ ഡിസയർ. വല്ലാതെ വിഷമിക്കുന്നു സ്ത്രീകൾ. എന്തുകൊണ്ടൊക്കെയാണ്? മാറാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ചൊറിച്ചിൽ, പൊള്ളൽ, ലൈംഗികമായ അമിതമായ താല്പര്യം. എസ്കോറിയേഷൻ ഓഫ് ദ പാർട്സ് ഫ്രം ലുക്കോറിയ ആൻഡ് മെൻസ്ട്രൽ ഡിസ്ചാർജസ്, വെള്ളപോക്കോ അല്ലെങ്കിൽ ആർത്തവ സ്രവങ്ങളോ വരുന്ന അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി ദ്രവിച്ചു പോകുന്നു. എവറി എക്സേർഷൻ ബ്രിങ്സ് ഓൺ യൂട്രൈൻ ഹെമറേജ്. ഒന്ന് അധ്വാനിച്ചാൽ, ഇരിക്കുക, എഴുന്നേക്കുക, കുമ്പിടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തവാർച്ച ഉണ്ടാകുന്നു. അക്കാര്യത്തിൽ
കൽക്കറിയുമായിട്ടൊരു താരതമ്യം കൂടി പറയുന്നുണ്ട്. ദ മെൻസ്ട്രൽ ഫ്ലോ ഈസ് ഡാർക്ക് ആൻഡ് തിക്ക്. വല്ലാതെ ഇരുണ്ട നിറത്തിലുള്ളത് കട്ടിയുള്ള ആർത്തവ രക്തസ്രാവം. മെൻസസ് ടു സൂൺ ആൻഡ് പ്രൊഫ്യൂസ്. വളരെ വേഗം വരുന്നു, അമിതമായി വരുന്നു. ലൈക്ക് ബ്ലഡി വാട്ടർ. രക്തം കലർന്ന വെള്ളം പോലെ വരുന്നു. അപ്പം എല്ലാ തരത്തിലും ഡിസ്ചാർജസ് ഉണ്ടെന്ന് അർത്ഥം. കട്ടിയായിട്ടുണ്ട്, വളരെ നേർത്ത രീതിയിലുണ്ട്. യൂട്രൈൻ പ്രൊലാപ്സസ്. ഗർഭപാത്രം പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥ. ഇനി ആൻഡ് എക്സ്ട്രീം നെർവസ് സഫറിങ്സ് കം ഡ്യൂറിങ് ദ മെൻസ്ട്രൽ പീരിയഡ്സ്. ആർത്തവകാലത്ത് നിരവധി പ്രശ്നങ്ങൾ, അതും തന്നെ ഉള്ള പ്രശ്നങ്ങൾ തന്നെ അങ്ങേയറ്റമായിട്ട് രൂക്ഷമായിട്ട് വരുന്നത് ഈ ആർത്തവകാലത്താണ്. ഫ്ലാറ്റുലൻസ്, അല്ലാതെ വായുകോപം വരുന്നു. ലിംസിൽ, കൈകാലുകളിലൊക്കെ വല്ലാതെ നൊമ്പരം, തല്ലി ചതഞ്ഞ പോലുള്ള നൊമ്പരം. പെയിൻസ് ഡൗൺ തൈസ്. തുടകളിലൂടെ താഴേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ള വേദന. സ്പ്ലിൻഡർ ഓൺ ദ ഫിംഗർ ആൻഡ് ടോനെയിൽസ്. കൈകാൽ വിരലുകളിലെ നഖങ്ങൾക്കടിയിൽ മരക്കമ്പിളിരുന്നാല പോലെ. പാൽപിറ്റേഷൻ, വിങ്ങല്, ആങ്സൈറ്റി, ഉത്കണ്ഠ, ട്രംബ്ലിംഗ്, വിറയല്, ന്യൂറാൾജിക് പെയിൻസിന് ഇനിയിപ്പോൾ ഏത് ഭാഗത്തും നാഡീ സംബന്ധമായ വേദനകൾ. ആഫ്റ്റർ ദ മെൻസസ് ദർ കംസ് എ മഡി വാട്ടറി ഫ്ലോ. ഇനി ആർത്തവം കഴിഞ്ഞ ശേഷം പ്രശ്നം തീരുന്നില്ല. ചെളി കലർന്ന പോലെ വെള്ളം പോലുള്ളൊരു ഫ്ലോ ആർത്തവത്തിന് ശേഷവും വരുന്നു. ലാസ്റ്റിംഗ് മെനി ഡേയ്സ്. കുറച്ച് നേരം, ഒരു ദിവസമൊന്നുമല്ല, നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. ദ എക്സ്ട്രീം എക്സ്കോറിയേഷൻ ഓഫ് ദ പാർട്സ്. അതൊക്കെ സ്പർശിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തൊലി പോകുന്നു, നീറ്റലുണ്ടാവുന്നു. തിൻ ബ്ലഡി എക്സ്കോറിയേറ്റിംഗ് ലുക്കേറിയ അറ്റ് ഓൾ ടൈംസ് ഓർ അറ്റ് എനി ടൈം. അപ്പോൾ രക്തം കലർന്ന നേർത്ത വെള്ളപ്പൊക്ക്, അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകുന്നു, ദ്രവിപ്പിക്കുന്നു. അത് ഏത് സമയത്തും ഉണ്ടാകാം, അല്ലെങ്കിൽ സുസ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ടാകാം. ദ വജൈൻ ഈസ് എസ്കോറിയേറ്റ് ആൻഡ് കോണ്ടിലോമാറ്റ ഗ്രോ അപ്പോൺ ദ ജെൻറ്റാലിയ. നേരത്തെ പുരുഷന്മാരിൽ പറഞ്ഞ പോലെ സ്ത്രീകളിലും വജൈനയിൽ ഇതേപോലെ സ്രവങ്ങൾ വന്ന് തൊലിയൊക്കെ പോയിട്ട് അവിടെയും അരിമ്പാറകൾ വന്ന് നിറയുന്നു. ഇറക്ടൈറ്റ് ട്യൂമേഴ്സ്. ഗർഭപാത്രവും ജെൻറ്റാലിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട അർബുദത്തിൻ്റെ അവസ്ഥകൾ. കാറങ്കിൾസ് അറ്റ് ദ ഓർഫീസ് ഓഫ് ദ യുറേത്ര. യുറേത്രയുടെ ആ ദ്വാരത്തിൽ അവിടെ ചെറിയ മാംസത്തുണ്ടുകൾ ഇങ്ങനെ വരുന്നത് പോലെ ചുവന്ന നിറത്തിൽ. എക്സ്ക്യൂസിറ്റ്ലി സെൻസിറ്റീവ് ടച്ച്. സ്പർശിക്കാൻ പറ്റില്ല. ദ ഇച്ചിങ് ഈസ് അഗ്രവേറ്റ് ബൈ കോൾഡ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ അവസ്ഥയാണ്. തണുപ്പ് കൊണ്ട് ഈ ചൊറിച്ചിൽ വർദ്ധിക്കും. ദ പാർട്സ് ആർ ഫിഷേഴ്സ് ആൻഡ് ബ്ലീഡ് ഈസിലി. ഇപ്പോൾ ലൈംഗിക അവയവങ്ങൾ അവിടെ ഫിഷേഴ്സ് ഉണ്ട്, അവിടെ നിന്ന് രക്തവാർച്ച എളുപ്പത്തിലുണ്ടാവും. മെനി ട്രബിൾസ് കൾമിനേറ്റ് ഡ്യൂറിങ് മെൻസസ് ആൻഡ് ലാക്ടേഷൻ. ആർത്തവകാലത്തും കുട്ടിയെ പാലൂട്ടുന്ന കാലത്തും സ്ത്രീകളുടെ നിരവധി പ്രശ്നങ്ങൾ കൾമിനേറ്റ് ചെയ്യുന്നു, വർദ്ധിച്ച് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ, ഒരു മൂർധന്യത്തിലെത്തുന്നു. ലംസ് ഇൻ ദ മമ്മേ. സ്ഥലങ്ങളിൽ കല്ലിപ്പുണ്ടാകുന്നു. എത്രയോ സ്ത്രീകൾ, ചിലത് ബിനൈനായിരിക്കും, സർജറി ചെയ്തും മറ്റൊക്കെ ചെയ്തും വളരെയധികം കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നു, മരിച്ചു പോകുന്നു പലരുമൊക്കെ. നമുക്ക് സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പത്തിൽ സുഖപ്പെടുത്താവുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം എന്നോട് പല സുഹൃത്തുക്കളും ഭാര്യമാരിൽ ഇങ്ങനത്തെ അവസ്ഥ കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ ചില സർജറി നിശ്ചയിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കർശനമായിട്ട് അവർ വിലക്കുകയും ചെയ്തിട്ടുള്ളത്. എനിക്കത് പൂർണ്ണമായ ആത്മവിശ്വാസമായിരുന്നു. ചില കേസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ബയോകെമിക് കൊണ്ടുപോലും സുഖപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ട്. ഇത്തരം ലംസ്, മമ്മയിലെ ലംസൊക്കെ. അപ്പോൾ എത്രയോ നല്ല അവസരങ്ങളാണ്, ആളുകളെ സഹായിക്കാൻ ഉള്ള അവസരങ്ങളാണ് ഹോമിയോപ്പതി നമുക്ക് തുറന്നു തരുന്നതെന്ന് നമ്മൾ ഓർക്കുക. നിപ്പിൾസ് ആർ ഫിഷേഡ് ആൻഡ് ടെൻഡർ. അത്ര സ്ത്രീകൾ പാലൂട്ടുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്പ്ലിൻഡേഴ്സിൻ്റെ ചില ഭാഗങ്ങളിൽ ഡബിൾ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഈ പ്രൂവ് ചെയ്തവരല്ലേ രോഗികൾക്കോ അത് വിശദീകരിക്കുന്നത് പലപ്പോഴും നമുക്ക് അവരുടെ അനുഭവം വെച്ച് പറയുകയാണല്ലോ. അവർ ഓരോ ഉപമകൾ കൊണ്ട് പറയും. മരക്കമ്പ് ഇരിക്കുന്ന പോലെ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം. കൃത്യമായിട്ട് അങ്ങനെ ആകണമെന്നില്ല, അവിടെ തോന്നൽ അവർ നറേറ്റ് ചെയ്യുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചില ഭാഗങ്ങളിൽ സ്പ്ലിൻഡേഴ്സ് പറയുമ്പോൾ അവിടെ ഡബിൾ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം. ടെൻഡൻസി ടു അബോർഷൻ ഫ്രം ജനറൽ വീക്ക്നെസ് ആൻഡ് ദ ഈസ് വിത്ത് വിച്ച് യൂട്രൈൻ ഹെമറേജ് മേ സെറ്റ് ഇൻ. അപ്പോൾ ഒരു അബോർഷൻ ഉണ്ടാകാനുള്ള, ഈ ഗർഭം അലസിപ്പോകാനുള്ളൊരു പ്രവണത നൈട്രിക് ആസിഡ് സ്ത്രീകളിലുണ്ട്. എന്തുകൊണ്ടാണത്? ജനറൽ വീക്ക്നെസ്, പൊതുവെയുള്ളൊരു ആരോഗ്യം. ചിലരെ കാണുമ്പോൾ പറയില്ല, ഈ സ്ത്രീക്ക് ഗർഭമാകാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് ചോദിക്കില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ അബോർഷൻ വരുന്നു. ആൻഡ് ദ ഈസ് വിത്ത് വിച്ച് ദ യൂട്രൈൻ ഹെമറേജ് മേ സെറ്റ് ഇൻ. അപ്പം അങ്ങനെയുള്ളവരിൽ എത്ര എളുപ്പത്തിലാണ്, എത്ര വേഗമാണ് ഗർഭപാത്രത്തിൽ നിന്നും രക്തവാർച്ച ഉണ്ടായി ആ ഗർഭസ്ഥ, ആ ഭ്രൂണം
അത് നശിച്ചു പോകുന്നത്. ഇത്ര വളരെ ഒരു സാധാരണ സംഭവം പോലെ ഇത്തരം ആകെ ക്ഷീണിച്ച് രോഗാതുരരായ സ്ത്രീകളിൽ ഈ ആവർത്തിച്ച് ഈ ഗർഭചിത്രം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കേസുകളും നമ്മളെ പല ഔഷധങ്ങളും സുഖപ്പെടുത്തുന്നുണ്ട്. നൈട്രിക് ആസിഡും അത് വളരെ ഭംഗിയായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നൈട്രിക് ആസിഡിൻ്റെ ജനറൽ കണ്ടീഷൻസ് ഇപ്പോൾ ഈ പറയുന്നതിലൊക്കെ, ഈ ലൈംഗിക പ്രശ്നങ്ങളിലൊക്കെ പറയുന്നതിലൊക്കെ നമ്മൾ പല ഔഷധങ്ങളും കാണും. അവിടെയൊക്കെ അതിൻ്റെ ഡിസിസീവ് ഫാക്റ്റായിട്ട് വരുന്നത് ആ പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷനാണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തേക്കുക. ഇനി അടുത്തൊരു ഭാഗത്തോടു കൂടി ഈ അധ്യായം അവസാനിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.